കാസർഗോഡ് കുമ്പളയിൽ വീണ്ടും കവർച്ച. പ്രവാസി മലയാളിയുടെ വീട്ടിൽ നിന്ന് 5 പവന്റെ ആഭരണവും 10,000 രൂപയും മോഷണം പോയി. വീട്ടുകാർ പള്ളിയിൽ പോയപ്പോഴാണ് മോഷണം നടന്നത്. ഇന്നലെ രാത്രിയാണ് ആരിക്കാടി സിദ്ദിഖിന്റെ വീട്ടിൽ മോഷണം നടന്നത്. സിദ്ദിഖിന്റെ ഭാര്യ നൂരിയും 3 മക്കളും മാത്രമായിരുന്നു ഇരുനില വീട്ടിൽ താമസം. രാത്രി ഇവർ വീട് പൂട്ടി ആരിക്കാടി സലഫി പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തിരിച്ചു വന്നപ്പോൾ വാതിലൊക്കെ പൂട്ടിയ നിലത്തിലുണ്ട്. ഫ്രണ്ട് ഡോർ തുറന്നിട്ടാണ് വീട്ടുകാരകത്ത് കയറി. അകത്ത് കയറിയപ്പോൾ ഈ ആന ഇപ്പോൾ കരിമ്പിൻ തോട്ടത്തിൽ കയറിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇട്ട നിലയിലാണ് അത് കാണുന്നത്. വീട്ടിൽ പിന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ 5 പവൻ്റെ ഒരു മാലയും 10,000 റുപ്യയും കാണാനില്ല. ബാക്കി ഇനിയിപ്പോൾ എന്തൊക്കെ കാണാതായെന്നുള്ളത് ഇനി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുള്ളൂ. അടുക്കള ഭാഗത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കയറിയത്. കിടപ്പുമുറിയിലെ 2 അലമാരകളിലെ തുണികൾ വാരി വലിച്ച് പുറത്തിട്ട നിലയിലാണ്. വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. കുമ്പള ഭാഗത്ത് മോഷണം വർദ്ധിക്കുന്നതിനാൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. 24 കാസർഗോഡ്.